ഗൗരിക്കുള്ള പണിഷ്മെന്റ് കൊടുക്കണ്ടേ? ഗൗരിക്കുള്ള പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഗൗരിക്ക് വലിയ പണിഷ്മെന്റ് ഒന്നും അല്ല. കാരണം ഇത്രയും അഭിനയം ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് നമ്മളൊരു ക്യാരക്ടർ പറയും, ആ ക്യാരക്ടറായിട്ട് ഒരു മിനിറ്റ് ഒന്ന് അഭിനയിക്കണം. ഒരു മീൻകാരി, അതായത് കോട്ടയത്തോ ട്രിവാൻഡ്രത്തോ എവിടെയെങ്കിലും ചന്തയിൽ മീൻ വെക്കുന്ന ഒരു മീൻകാരി. ആ മീൻകാരിയുടെ അടുത്തുനിന്ന് മീൻ വാങ്ങിക്കാൻ ആൾക്കാർ വരുന്നു. ചിലവർ വന്നിട്ട് പൈസ കുറച്ച് വില പേശുന്നു. അങ്ങനെ പല സിറ്റുവേഷൻസും അതെങ്ങനെ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാം. ഞങ്ങൾ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ചോദിച്ചും പറഞ്ഞൊക്കെ. ഓക്കെ, മത്തി ചാള ചേട്ടന് വേണോ? അതെ, അവിടെ മാറിയിരുന്നു മീൻ മടി കയറിയിരുന്നാണോ നിങ്ങള് മീൻ വാങ്ങിക്കുന്നത്? എനിക്ക് അതിന്റെ പേരറിയത്തില്ല ചേച്ചി. ഇത് എന്ത് മീനാ ചേച്ചി? ഇത് കുട്ടിക്ക് വേണ്ട മീവാ. ആദ്യം എന്നെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾ എടുത്തോ, നിങ്ങൾ എന്നിട്ട് കാശ് എന്നിട്ട് പൊക്കോ. എനിക്ക് വേറെ കുട്ടിയെ വിളിക്കാൻ പാടില്ല. ചേച്ചി മീനിന്റെ റേറ്റ് പറ. ഇതിന് 450 കിലോ. 450 കിലോയ്ക്കാ? ചേച്ചി എന്ത് വർത്താനാണ് പറയണത്? എന്റെ മോനെ, നിങ്ങൾ കോട്ടയത്തൊക്കെ പോയിട്ടുണ്ടോ? മീൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ടോ? ആ കിലോ ഒക്കെ പോയിട്ട് അവിടെ ചാട്ടൊക്കെ നോക്ക്. 450 മിനിമം ആണ്. മനസ്സിലായല്ലോ ഉത്തരവാദിത്തം. അല്ല ചേച്ചി, ഒരു സംശയം ചോദിക്കട്ടെ, ഇത് പെടക്കണ മീനല്ലല്ലോ, ഇത് ഒരു 2 ദിവസം മുമ്പ് ചത്ത മീനാന്ന് തോന്നുന്നു. 2 ദിവസം ലോക്ക്ഡൌൺ വന്നപ്പോ പിന്നെ അതിന്റെ ഒരു ചെറിയ ചേച്ചി ഞങ്ങളുടെ വേണം. ഇല്ലെങ്കിൽ 2 മിനിറ്റ് പൊക്കം ഇടുന്നു. അല്ല ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇയാളാണ് ശരിയല്ല കേട്ടോ. ഇയാൾ അടുത്ത ചോദിക്കാം, നിങ്ങൾ ചോദിക്കാം എന്താന്ന് വെച്ചാ. ചേച്ചി ഏത് കോളേജിലാ പഠിച്ചേ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനോ? നീ മീൻ മേടിക്കാൻ വന്നാണോ ചേച്ചി വളയ്ക്കാൻ വന്നാണോ? ഇയാൾക്ക് ഒരു ചാളെടുത്ത് കൊടുത്ത് വേഗം പറഞ്ഞു പിടിക്കാം. പൈസ വേണ്ട, ഒന്നും വേണ്ട, പൊക്കോ. ഈ മീൻ എന്താ വില ചേച്ചി? അതിന് കിലോ 120. കിലോ 120. അപ്പൊ ഇതിന് മാത്രം 450 രൂപ പറഞ്ഞേ? എനിക്ക് ഇത് 120, 40 രൂപയുടെ മീനുള്ളൂ. നിങ്ങക്ക് ഞാൻ മീൻ തരണില്ല, പൊക്കോ. ചേച്ചി എന്ത് വർത്തമാനാ ചേച്ചി പറയുന്നത്? ഒരു മനുഷ്യത്വം വേണ്ടേ? പൈസ ഒക്കെ വെറുതെ ഞങ്ങൾക്ക്. പിന്നെ മനുഷ്യത്വം കൊണ്ട് ഞാൻ പുഴുങ്ങി തിന്നോ? ഞാൻ ശല്യായിരുന്ന? ഞാനിരുന്ന് മീൻ വെക്കുന്നിടത്ത് നിങ്ങൾ വന്നിട്ട് ഇപ്പൊ ഞാൻ ശല്യായിരുന്ന? ചേച്ചി ഒരു മയത്തിലൊക്കെ പൈസ പറ, ഞങ്ങൾ മേടിച്ച് കുടുംബത്തിൽ പോട്ടെ. അല്ല ചേച്ചി ഒന്ന് പറഞ്ഞ. ഇതാണെങ്കിൽ മോക്ക് ഞാൻ 120 രൂപയ്ക്ക് തരും. ഇവനാണെങ്കിൽ ഞാൻ 450 കുറഞ്ഞു കൊടുക്കൂല. ഇവ ശരിയല്ലേ? കുട്ടി പോകുമ്പോ സൂക്ഷിച്ചോളൂ കേട്ടോ. ഇവൻ അത്ര ശരിയായിട്ട് എനിക്ക് തോന്നണില്ല. കുട്ടിക്ക് തോന്നുന്നുണ്ടോ കുട്ടി ഞാൻ അങ്ങനെ ഒരു മോശക്കാരനാണ്? അല്ലെ, കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ പറയുന്നത് ഞാൻ എവിടെ നമ്മൾ കണ്ടിട്ട്. എവിടെ കണ്ടു? ഞാൻ അതെങ്ങനെ ആലോചിക്കുന്നത്. ഞാൻ ചേച്ചി ഇത് പാക്ക് ചെയ്ത് 40 രൂപയ്ക്ക് പാക്ക് ചെയ്യും. 40 കുട്ടി 50 രൂപ. ആ ശരി, കിലോ 50 രൂപയ്ക്ക് പാക്ക് ചെയ്യ. ഇത് വറക്കാനാണോ കറി വെക്കാനാണോ നല്ലത്? വറക്കാൻ. ചേച്ചി മേക്കപ്പ് കിട്ടി നടക്കുക. ചേച്ചി ഇങ്ങനെ മീൻ വെക്കാനാണോ കറി വെക്കാനാണോ അറിയുന്നത്? എന്താണ് ചേച്ചി ഇത്? ഇതുപോലെ ഒരുങ്ങിയിട്ടാണോ? എനിക്ക് സൗന്ദര്യം കൂടുതലുള്ളതുകൊണ്ട് അതിന്റെ. അല്ല, അതുകൊണ്ട് മറ്റേ എല്ലാരും ഇങ്ങനെ പറഞ്ഞു ഇവിടുന്ന് മീൻ മേടിച്ചോളാൻ പറഞ്ഞായിരുന്നു. ആര് പറഞ്ഞു? നമ്മുടെ ദാസപ്പൻ ചേട്ടനൊക്കെ പറഞ്ഞിരുന്നു. ദാസപ്പൻ ചേട്ടൻ പറഞ്ഞാണോ വന്നത്? ദാസപ്പൻ ചേട്ടനെ അറിയോ? എനിക്ക് എന്റെ അമ്മാവനാ. ചുമ്മാതാണോ നമ്മൾ തമ്മിൽ പരിചയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്? ആന്ന്. ദാസപ്പനോട് ചോദിച്ചാൽ മതി. കല്യാണം കഴിഞ്ഞാണോ? ഇല്ലല്ലേ, ഞാനും കല്യാണം കഴിഞ്ഞിട്ടില്ല, നോക്കുന്നു. എന്നാ നമുക്ക് പോയിട്ട് ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് വരാം. മീൻ പിന്നെ മേടിക്കാം. നിങ്ങൾ മീൻ വാങ്ങിക്കാനാണോ തമ്മി പഞ്ചാര അടിക്കാൻ വന്നാണോ? ഇവിടെ കാണും ഇങ്ങനെയൊക്കെയല്ല ഒരു പ്രണയം പൊട്ടി വിളിക്കുന്നത്. ഞങ്ങൾക്ക് പ്രണയത്തിന് കാരണം മീൻ. അപ്പൊ ഞങ്ങൾ പൊക്കോട്ടെ. ഈ കൊട്ട മീൻ ചേച്ചിക്ക് ഇഷ്ടമുള്ള കാശ് ഞങ്ങൾ തന്നിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതം ചേച്ചി പൂ അണിയിച്ചു. ഹൊയ്യാനെ ഹൊയ്യാനെ ഹൊയ്യാ.